ചിന്നക്കനാൽ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് വനഭൂമി കയ്യേറ്റങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി വനമന്ത്രി അല്പസമയത്തിനകം പ്രദേശത്ത് സന്ദർശനം നടത്തും. അനീഷ് പി എ ചേർന്നുണ്ട്. അനീഷ്, വനംവകുപ്പ് മന്ത്രി അല്പസമയത്തിനകം തന്നെ കാട്ടാന ആക്രമണം നടന്ന മാരിയുടെ വീടടക്കമുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തും. ഒപ്പം തന്നെ പ്രദേശവാസികളുമായി മന്ത്രി സംവദിക്കുമെന്നും അറിയാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ അനീഷ്? തീർച്ചയായിട്ടും ഷിബിൻ, അല്പസമയത്തിനകം വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഇങ്ങോട്ടേക്ക് ചിന്നക്കനാലിലേക്ക് എത്തുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ്, ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ മേഖലയിലെ ജനങ്ങൾ ഈ ഒരു സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. അതായത് തുടർച്ചയായിട്ടുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ, കാട്ടാന ആക്രമണം, മരണങ്ങൾ, അതുപോലെ തന്നെ കൃഷിനാശം, ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളാണ് ചിന്നക്കനാൽ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇവർക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം പതിറ്റാണ്ടുകളായി ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുവരെയുള്ള ഗവൺമെന്റുകൾ മാറി മാറി വന്നിരുന്നാൽ കൂടി യാതൊരുവിധ പരിഹാരവും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴെന്താണെങ്കിലും പുതിയ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ മേഖലയിലേക്ക് എത്തുന്നത്. രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മേഖലയിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഈ ദാരുണമായി കൊല്ലപ്പെട്ട മാരിയുടെ വീട് മന്ത്രി സന്ദർശിക്കും. മാരിയുടെ വേർപാടോടെ അനാഥരായ 2 കുട്ടികളെ നേരിൽ കാണുന്നതിനും ഇവരുടെ ഈ തുടർ പഠന ചെലവുകളും പാർപ്പിട സൗകര്യവും ഉറപ്പുവരുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ മന്ത്രി കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ്, മിനിഞ്ഞാന്നാണ്, ഈ കുട്ടികൾ ചികിത്സയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയും അതുപോലെ തന്നെ തന്റെ അമ്മ നേരിൽ കൺമുന്നിൽ വെച്ച് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നത് കണ്ട മറ്റൊരു കുട്ടിയും ഈ ഇവരുടെ ബന്ധുവീടുകളിൽ നിന്ന് ഇവരുടെ വീടുകളിലേക്ക് എത്തിയത്. അനാഥരായിട്ടുള്ള കുടുംബമാണ്. ഇവർക്ക് ആശ്വാസകരമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ മുമ്പ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെയാണ് മേഖലയിലുള്ളവരും നമ്മളും വെച്ചു പുലർത്തുന്നത്. ഇതുപോലെ തന്നെ മേഖലയിലെ ജനങ്ങളുടെ കൃഷിയിടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും വ്യാപകമായി നശിപ്പിക്കുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ പൊതുജനങ്ങളുമായി മന്ത്രി നേരിട്ട് സംവദിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മന്ത്രിയോടൊപ്പം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ദേവികുളം MLA എഫ് രാജ, ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരുണ്ടാകുമെന്നാണ് നമ്മൾ അല്പം സമയം മുമ്പ് ബന്ധപ്പെട്ടപ്പോഴും ഇവർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു വന്യജീവി ആക്രമണങ്ങൾക്ക് പുറമെ ഈ മേഖലയിലെ വൻതോതിലുള്ള വനഭൂമി കയ്യേറ്റത്തെ കുറിച്ചും വനമന്ത്രി ഇന്ന് നേരിട്ട് വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വന്യജീവി ശല്യത്തിൽ വലയുന്ന ചിന്നക്കനാലിലെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്താണെങ്കിലും അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ആ മേഖലയിലേക്ക് എത്തുകയാണ്. ഷിബിൻ, അനീഷ്, നമുക്കറിയാം മുൻ സർക്കാരിന്റെ കാലത്താണെങ്കിലും വനംവകുപ്പ് മന്ത്രി നിരവധി തവണ ഇടുക്കി ജില്ലയിലെ ഇതുപോലെ ഇത്തരത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷമുണ്ടായ മേഖലകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും പ്രഖ്യാപനങ്ങൾ ജലരേഖയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും തുടർ നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യം. ഇന്നിപ്പോൾ പുതിയ സർക്കാരിന്റെ ഭാഗമായി മന്ത്രി ഷിബു ബേബി ജോൺ ആണ് ഇപ്പോൾ ചിന്നക്കനാലിൽ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ ഒരു വിശദീകരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഷിബിൻ, ഷിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. അതായത് മുൻ ഗവൺമെന്റുകളൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് മേഖലയിൽ, അതായത് ചിന്നക്കനാലിൽ മാത്രമല്ല, ചിന്നക്കനാൽ, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, അതുപോലെ തന്നെ പീരുമേടിന്റെ വിവിധ ഭാഗങ്ങൾ, തൊടുപുഴയുടെയും ഇടുക്കി താലൂക്കിന്റെയും വിവിധ ഭാഗങ്ങൾ, ഇവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണങ്ങളും മറ്റ് വന്യജീവി ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെയൊക്കെ നടപ്പാക്കുവാൻ വേണ്ടിയിട്ടിരുന്നത്. ചിന്നക്കനാലിന്റെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഫെൻസിങ്, ഇലക്ട്രിക് വേലി ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ ആലോചിച്ചിരുന്നുവെങ്കിലും ഇവയൊന്നും പൂർണ്ണതോതിൽ നടപ്പാക്കുവാൻ വേണ്ടി വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മന്ത്രിയുടെ നേരിട്ടുള്ള ഒരു സന്ദർശനത്തിൽ ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ഇനി അവശേഷിക്കുന്നത്, മുമ്പ് 47ഓളം കാട്ടാനകളായിരുന്നു ചിന്നക്കനാൽ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഈ കാട്ടാനകളെല്ലാം ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മേഖലയിൽ നിന്ന് ഈ കാട്ടാനകൾക്ക് മറ്റു മേഖലകളിലേക്ക് കടക്കുവാൻ സാധിക്കത്തില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് മേഖലയിലുള്ളത്. അതായത് റിസോർട്ടുകളും അതുപോലെ തന്നെ വിവിധ കൃഷിയിടങ്ങളും ഒക്കെ ഫെൻസിംഗ് ഒക്കെ ഇട്ട് തിരിച്ച് ഈ കാട്ടാനകൾ ഈ ഒരു ചെറിയ ടെറൈനിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കാട്ടാനകളെല്ലാം ഇവിടെ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാട് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന വലിയൊരു ആവശ്യം ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭയിലും ചർച്ചയായി.
വരികയായിരുന്നു. അതിന് അനുകൂലമായ അല്ലെങ്കിൽ അനുഭാവപൂർവമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഇടപെടൽ വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഇവർ വെച്ചു പുലർത്തുന്നത്. 17 ആനകളെയൊക്കെ അവിടെ നിന്ന് കാട് മാറ്റുക എന്നുള്ളത് അസാധ്യമാണെന്ന് നമുക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം 3 വർഷങ്ങൾക്ക് മുമ്പ് അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ ഏതാണ്ട് 47 ലക്ഷം രൂപയാണ് അന്ന് ചെലവായത്. ഇത്തരത്തിൽ 17 ആനകളെ മാറ്റണമെങ്കിൽ വലിയൊരു തുക, ഭാരിച്ച തുകയൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, പാരിസ്ഥിതികമായിട്ട് ഈ ആനകൾക്ക് ഈ മേഖലയുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യുവാനും പരിസ്ഥിതി പ്രവർത്തകരടക്കം ഇതിനെ എതിർപ്പുമായി എത്തുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും അത്തരം വലിയ തീരുമാനങ്ങളിലേക്ക് ഒന്നും തന്നെ ഗവൺമെന്റ് കടന്നില്ലെങ്കിൽ കൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമെങ്കിലും ലഭിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും ഇടപെടലുകളും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെയും പ്രതീക്ഷ. ഷിബിൻ. അനീഷ്, ഒപ്പം തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ് CPI ജില്ലാ നേതൃത്വമടക്കം വകുപ്പിനെതിരെയും വനം വകുപ്പ് മന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ജില്ലാ സെക്രട്ടറി K സലീം കുമാറാണ് വിമർശനവുമായി രംഗത്ത് വന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഷിബിനും വളരെ വലിയ പ്രതിരോധമാണ് പ്രതിപക്ഷ പാർട്ടികളും ഇവിടെ ഉയർത്തുന്നത്. CPI മാത്രമല്ല, CPM-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഒക്കെ തന്നെ വലിയ ഒരു പ്രതിഷേധമാണ് ഇത്തരം വിഷയങ്ങളിലെ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമായിരുന്നു ഇന്നലെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K സലീം കുമാർ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആനകൾ കാട്ടിലിറങ്ങുന്നത് ചക്ക നാട്ടിലുള്ളത് കൊണ്ടാണ്, ചക്ക തിന്നുവാൻ വേണ്ടിയിട്ടാണ് ആനകൾ നാട്ടിലേക്ക് എത്തുന്നത്. ഈ പ്ലാവും ചക്കയും എല്ലാം ആദ്യം തന്നെ നശിപ്പിക്കണം, ഇല്ലെങ്കിൽ ചക്ക സർക്കാർ മൂക്കുന്നതിന് മുമ്പേ തന്നെ ശേഖരിച്ച് അതിന് പണം നൽകുമെന്നുള്ള ഒരു പ്രസ്താവനയുടെ പിൻബലത്തിലാണ് സലീം കുമാർ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം തന്നെ ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കുന്നത്. അവരുടെ പ്രതിഷേധം എന്താണെങ്കിലും ഇന്നിപ്പോൾ പ്രത്യക്ഷമായിട്ടില്ലെങ്കിൽ കൂടി വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇവരുടെ പോഷക സംഘടനകളായിട്ടുള്ള കൃഷി അധിഷ്ഠിത സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നേരിട്ട് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു സന്ദർശനം, വനം വകുപ്പ് മന്ത്രിയുടെ സന്ദർശനം ഇപ്പോൾ ഇവിടെ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം അദ്ദേഹം എത്തുന്നതിൽ ജനങ്ങൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസകരമായ അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഷിബിൻ. ശരി അനീഷ്, വിവരങ്ങൾ വ്യക്തമാകുന്നു. ചിന്നക്കനാൽ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾക്കും വനഭൂമി കയ്യേറ്റങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അല്പസമയത്തിനകം തന്നെ ചിന്നക്കനാലിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും. കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മാരിയുടെ കുടുംബത്തെയും മന്ത്രി സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മേഖലയിലെ ജനങ്ങളുടെ കൃഷിയിടങ്ങളും ഏലത്തോട്ടങ്ങളും വ്യാപകമായി നശിപ്പിക്കുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം എന്ന ലക്ഷ്യവുമായി പൊതുജനങ്ങളുമായി മന്ത്രി നേരിട്ട് സംവദിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് പി.